ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അത് അധികം കളേഴ്സ് ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പേൾ കളറാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലാറ്റ് ബ്രഷും അതുപോലെ തന്നെ റൗണ്ട് ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പെൻസിലും നമുക്ക് വേണം, നമുക്ക് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബോട്ടിലും ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആക്രിലിക് കളറ് ഇതിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 2 കോട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഇലയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മെല്ലെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വരച്ച പോലെ ചെറുതായിട്ട് അവിടെ ഒന്ന് പെയിൻറ്റ് പോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് മെല്ലെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോന്നും വരച്ചെടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന വലുപ്പത്തിൽ കേട്ടോ. ചെറുത് വേണമെങ്കിൽ ചെറുത് വരയ്ക്കാം, വലുതാണെങ്കിൽ വലുത് വരയ്ക്കാം. അപ്പോൾ ഞാൻ മുകൾ ഭാഗമൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ താഴ്ഭാഗം വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇലകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇല വരയ്ക്കേണ്ടത് വെച്ചാൽ അങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ ഇതേ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് ഇല വരയ്ക്കണം എന്നില്ല കേട്ടോ. വേറെ ഏത് ഷേപ്പ് വേണേലും വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഓരോന്നും വരച്ചെടുക്കാം. എന്നിട്ട് ഞാൻ പേൾ കളറായിട്ടുള്ള ബ്ലൂ കളർ എടുക്കുന്നുണ്ട്. ഓരോ ഇലയ്ക്ക് ഞാൻ ബ്ലൂ കളറാണ് എടുക്കുന്നത് കേട്ടോ. ബ്ലൂ കളർ കൊടുക്കണം. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഈ ഒരു എഡ്ജൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുകൾ ഭാഗം മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടിഭാഗം ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ അതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നായിട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പീക്കോക്ക് പോലെ തോന്നിക്കുകയും ചെയ്യുന്ന ഒരു ബ്ലൂ ആണ്. അങ്ങനെ ഒരു കളർ മിക്സിങ് വരുന്നില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അടിഭാഗമാണ്. ഒക്കെ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇടാൻ, ടച്ച് ചെയ്യാണ്ടൊന്നും ഇരിക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗം ചെയ്യുന്നത് നമ്മൾ ചെയ്തെടുക്കുന്ന വൃത്തിയിലാണ് കേട്ടോ കാര്യം. എന്തായാലും നമ്മൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പെയിൻ്റ് ഒന്നും അവിടെ ഇവിടെ ആവാണ്ടും ഒക്കെ നോക്കുക. അപ്പോൾ ഞാൻ താഴ്ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ ഗ്രീൻ കളറും താഴ്ഭാഗത്ത് ആക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് കളർ, നമ്മൾ ആക്രിലിക് ബ്ലാക്ക് കളർ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഇലയും സെപ്പറേറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. അതിൻ്റെ എഡ്ജ് കൂടെ നമ്മൾ ഓരോ ഇലയും സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കുക. ഇതാണ് നമ്മൾ കുറച്ചൊരു നല്ല വൃത്തിക്ക് ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നന്നായി സൂക്ഷിച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അധികം റിസ്ക് ഒന്നുമില്ല. ചിലർക്ക് കൈയൊക്കെ വിറയ്ക്കും, പക്ഷെ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാനിതുപോലെ തന്നെ എല്ലാ ഇലയും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴ്ഭാഗം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ ഞാനൊരു ലൈനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഇലയുടെ ആ എഡ്ജ് ഭാഗം, അതായത് അത്രയും ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഞാൻ കുറച്ച് കട്ടിയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒന്നായിട്ട് അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫ്ലാറ്റ് ബ്രഷ് കുറച്ചുകൂടി വലുതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതുകൊണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എല്ലാ ഇലേൻ്റെ അതുപോലെ ഫില്ല് ചെയ്യുക. നിങ്ങൾ നല്ല വലുതാവാതെ ഒരു മീഡിയം സൈസ് നിങ്ങളതുപോലെ ചെയ്തെടുക്കുക, എന്നാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ താഴ്ഭാഗം ചെയ്യുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. പിന്നെ ഞാൻ ഈ ഇലേൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അതുപോലെ മുകൾ ഭാഗം ചെയ്യുന്നുണ്ട്, താഴ്ഭാഗം ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം, എല്ലാം നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ എവിടെയും നമ്മൾ ടച്ച് ചെയ്തിട്ട് അതൊക്കെ ആകെ ആയിപ്പോവും. നമ്മളെല്ലായിടത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ മുകൾ ഭാഗം നമ്മൾ വെറുതെ ഇട്ടായിരിക്കില്ലേ, അവിടെ ഞാൻ ആക്രിലിക് ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്തിട്ട് അവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനെല്ലാം എൻ്റെ വീഡിയോയിൽ ചെയ്യുന്ന ടെസ്റ്റ് വുഡ് വാർണിഷ് തന്നെ അടിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് തീർന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ എന്നോട് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.